നമസ്കാരം. വചന സമീക്ഷയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ വിചിന്തനത്തിനായുള്ള തിരുവചന ഭാഗം സങ്കീർത്തനങ്ങൾ 148 അധ്യായം 5 വാക്യം. അവൻ കൽപ്പിച്ചിട്ട് അവ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതിനാൽ അവ യഹോവയുടെ നാമത്തെ സ്തുതിക്കട്ടെ. ഏറ്റവും പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴായി നമ്മൾ കേട്ടുമറന്ന വചനഭാഗമാണിത്. അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ കഴിഞ്ഞ നാളുകളിലൊക്കെയും നമ്മൾ പാരായണം ചെയ്ത വചനഭാഗമായിരിക്കാം ഇത്. നമ്മുടെ എല്ലാം സൃഷ്ടാവ് ഒന്നു തന്നെയാണ്, യഹോവയായ ദൈവം അല്ലെങ്കിൽ കർത്താവായ ദൈവം. എന്നാൽ അവൻ കൽപ്പിച്ചിട്ട് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന നമ്മളെല്ലാവരും അവനെ സ്തുതിക്കണമെന്നും നിരന്തരം അവനെ കുമ്പിട്ട് വണങ്ങണമെന്നും ഈ വചനം നമ്മളോട് പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ എന്തിനാണ് നമ്മൾ ഇനിയും മടിക്കുന്നത്? നമ്മുടെ എല്ലാ കാര്യങ്ങളും എല്ലാ ജീവിത സാഹചര്യങ്ങളും അറിയുന്ന യഹോവയ്ക്ക് മുൻപിൽ മുട്ടുകുത്തുവാനോ സ്തുതിക്കുവാനോ നമുക്ക് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ സൃഷ്ടിയുടെ മകുടമായ മനുഷ്യനെ കൊണ്ട് യഹോവയ്ക്ക് എന്ത് മേന്മയാണുള്ളത്? ദൈവത്തെ ചോദ്യം ചെയ്യുവാനല്ല, പിന്നെയോ നമ്മുടെ ചുറ്റിലുമുള്ള നമ്മുടെ സമൂഹം ദൈവത്തെ ചോദ്യം ചെയ്യുമ്പോൾ അതിനുള്ള ഉത്തരങ്ങൾ നൽകുവാൻ കടപ്പെട്ടവരാണ്, വിളിക്കപ്പെട്ടവരാണ് ക്രിസ്തു ശിഷ്യരായ നമ്മളെല്ലാവരും തന്നെ. സൃഷ്ടിയുടെ മകുടമായി മനുഷ്യനെ ഉയർത്തുമ്പോൾ ഭൂമിയിലെ സകല ജീവജാലങ്ങളും ദൈവത്തെ സ്തുതിക്കുമെന്നും യഹോവയ്ക്ക് സ്തുതിപാടണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു. എന്നാൽ അതിനേക്കാൾ ഒക്കെ ഉപരിയായി പ്രിയപ്പെട്ട മക്കളെ പോലെ, വത്സല മക്കളെ പോലെ കരുതുന്ന ഈ മനുഷ്യ മക്കളും അവനെ സ്തുതിക്കണമെന്നും ആരാധിക്കണമെന്നുമുള്ള ദൈവത്തിന്റെ അനന്തമായ ആഗ്രഹത്തിനു മുൻപിൽ നമുക്ക് വിധേയപ്പെടേണ്ടതുണ്ട്. അതിന് ഈ വചനം നമ്മളെ പഠിപ്പിക്കട്ടെ, അല്ലെങ്കിൽ ഈ വചനം നമ്മളെ ശക്തിപ്പെടുത്തട്ടെ. സൃഷ്ടികർത്താവായ ദൈവത്തിനു മുൻപിൽ സൃഷ്ടികളായ നമുക്ക് മുട്ടുകുത്താം, സ്തുതിക്കാം, ആരാധിക്കാം. വചന സമീക്ഷയുടെ ഈ അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഒരു ഗ്രാമത്തിൽ 2 സുഹൃത്തുക്കൾ ജീവിച്ചിരുന്നു, മാത്യുവും തോമസും. ചെറുപ്പം മുതൽ തന്നെ ഒരുമിച്ച് വളർന്ന് ഒരുമിച്ച് സ്കൂളിൽ പോയി പാഠങ്ങൾ പഠിച്ച് പരീക്ഷകൾ എഴുതി മുന്നിലേക്ക് പോയ 2 കൂട്ടുകാർ. ഈ 2 കൂട്ടുകാർക്കിടയിലേക്ക് മൂന്നാമതൊരാളായി ഒരു പെൺകുട്ടി കടന്നു വരുന്നു. അവളുടെ പേര് നീന. ഈ നീനയോട് 2 പേർക്കും പ്രണയം തോന്നുന്നു. എന്നാൽ ഈ പ്രണയം അവരുടെ സൗഹൃദത്തിന് മുകളിലായിട്ട് മാറുമോ ഇല്ലയോ എന്നുള്ള കഥയിലേക്ക് നമുക്ക് മടങ്ങി വരാം. അതിനു മുൻപായി ആദ്യത്തെ കോളറിലേക്ക് പോകാം. നമസ്കാരം, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? ഷേർലി യേശുദാസ് ഫ്രം തോട്ടത്ത് വിളാകത്തിൽ വീട്. ആന്റി, വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിലെ മരുമക്കളുണ്ട്. ആന്റി, ഇവിടെ കട്ടായി പോകുന്നു, നെറ്റ്വർക്കിന്റെ ഇഷ്യൂവാ. ഇപ്പൊ കേൾക്കാം, ഇങ്ങനെ നിന്ന് സംസാരിച്ചാൽ മതി. അപ്പൊ ആന്റി അറിയാലോ, വചന സമീക്ഷയിൽ നമുക്ക് 4 ചോദ്യങ്ങളാവും ഉണ്ടാവുക. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കയറിയാലോ? ആന്റിക്ക് വേണ്ടിയിട്ടുള്ള ഒന്നാമത്തെ ചോദ്യം ഇതാണ്: അവരുടെ പ്രവൃത്തിയിൽ കോപിച്ച യഹോവ എന്തു ന്യായവിധിയാണ് നടപ്പാക്കിയത്? അവരുടെ ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. നമുക്ക് നെറ്റ്വർക്കിന്റെ കുറച്ച് ഇഷ്യൂ ഉള്ളതുകൊണ്ട് കുറച്ച് വോയിസ് ബ്രേക്കപ്പ് ആവുന്നുണ്ടേ. അത് സാരില്ല. അതിന്റെ ഉത്തരം ഇങ്ങനെയാണ്: അവരെ ജനതകളുടെ ഇടയിൽ ചിഹ്നിച്ചു. അതെ. നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? ചോദ്യം ഇതാണ്: അവർ ജനതകളുടെ ഇടയിൽ ചെന്നു ചേർന്നപ്പോൾ എങ്ങനെയാണ് യഹോവയുടെ വിശുദ്ധ നാമം അശുദ്ധമാക്കിയത്? എന്റെ വിശുദ്ധ എന്റെ ചേർന്ന അശുദ്ധമാക്കിയ എനിക്ക് അയ്യോ പറഞ്ഞു. ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. അതിന്റെ ഉത്തരം ഇങ്ങനെയാണ്: ഇവർ യഹോവയുടെ ജനം, അവന്റെ ദേശം വിട്ടു പോകേണ്ടി വന്നവർ എന്ന് അവരെ കുറിച്ച് പറയുവാൻ ഇടവരുത്തിയതിനാൽ. നമുക്ക് കുറച്ച് വോയിസിന്റെ കുറച്ച് ബ്രേക്ക് വരുന്നതിന്റെ പ്രശ്നമാണ്. കുഴപ്പമില്ല, സാറില്ല. അപ്പൊ 2 ചോദ്യങ്ങൾ നമ്മൾ പിന്നിട്ട് കഴിഞ്ഞു. അപ്പൊ ആന്റി, മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോയാലോ? എന്തോ വചനം പറയാം. ഇതും കൂടെ ചോദിച്ചിട്ട് നമുക്ക് പറയാം. ചോദ്യം ഇതാണ്: ആരു നിമിത്തമാണ് യഹോവ ഇസ്രായേലിനെ യഥാസ്ഥാനത്താക്കുവാനും അവരുടെ ശത്രുക്കളെ ശിക്ഷിക്കുവാനും ഇടയായത്? എന്റെ വിശുദ്ധ നാമം
ഞാൻ അങ്ങനെ ചെയ്യുന്ന ശരി ഉത്തരമാണ് ആന്റി ആദ്യം പറഞ്ഞത്. ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. ആ ഉത്തരം ഇങ്ങനെയാണ്: നിങ്ങൾ ചെന്നു ചേർന്ന ജനതകളുടെ ഇടയിൽ നിങ്ങൾ അശുദ്ധമാക്കിയിരിക്കുന്ന എന്റെ വിശുദ്ധ നാമം നിമിത്തം. ആ അപ്പൊ 3 ചോദ്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഔട്ട് ഓഫ് 3 3 മാർക്കും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു വചനം പങ്കുവച്ചാലോ? പറഞ്ഞോളൂ. പാട്ട് പാടണ്ടേ? പാടാം. ആന്റി കൊണ്ട് പാടിപ്പിച്ചിട്ടേ നമ്മൾ അവസാനിപ്പിക്കും. ആന്റി ആദ്യം വചനം പറയാം. മത്തയുടെ സുവിശേഷം 27:8 വാക്യം. ഒരുക്ക നാളിന്റെ മഹാപുരോഹിതന്മാരും കൂടി യജമാനെ ചതിയൻ ജീവനോടെ ഇരിക്കുമ്പോൾ 3 നാൾ കഴിച്ചിട്ട് ഞാൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞ കാര്യം ഞങ്ങൾക്ക് ഓർമ്മ വന്നു. അതുകൊണ്ട് അവന്റെ ചെന്ന് ഇവനെ സൃഷ്ടിച്ചിട്ട് അവൻ മരിച്ചവരുടെ ഇടയിൽ ഉയർത്തെഴുന്നേറ്റ് എന്ന്. ഓക്കെ ആന്റി, ഓക്കെ. അപ്പൊ നമുക്ക് 4ാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? ചോദ്യം ഇതാണ്: ഞാൻ യഹോവ ആകുന്നുവെന്ന് നിന്റെ ശത്രുക്കൾ അറിയുന്നത് എങ്ങനെയാണ്? നിങ്ങൾ ഞാൻ അങ്ങനെ ചെയ്തു. ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. ഉത്തരം ഇങ്ങനെയാണ്: ജനതകൾ കാണുക ഞാൻ എന്നെ തന്നെ നിങ്ങളിൽ വിശദീകരിക്കുമ്പോൾ. നിങ്ങളുടെ ബൈബിൾ മാറുന്നതനുസരിച്ച് വേർഡിങ്സിൽ കുറച്ച് മാറ്റം ഉണ്ടാവാൻ ആന്റി, അത് കുഴപ്പമില്ല. അതൊക്കെ ഞങ്ങൾക്ക് അത് സാരില്ല, കുഴപ്പമില്ല, സാരില്ല. അടുത്ത തവണ വിളിക്കുമ്പോ വേറെ ഫോണോ അല്ലെങ്കിൽ സ്ഥലം മാറി വല്ലതും നിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണേ ആന്റി. ഷേർലി ആന്റി ആയിരുന്നു നമ്മളോടൊപ്പം കോളിൽ ഉണ്ടായിരുന്നത്. ആ ഒരു പ്രദേശത്തെ ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ നെറ്റ്വർക്കിന്റെ എന്തൊക്കെയോ കണക്ഷൻ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് കൃത്യമായിട്ട് കേൾക്കാനോ അല്ലെങ്കിൽ കൃത്യമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ നമുക്കും പോസിബിളായിട്ട് അത്രയും വന്നില്ല. മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് വിട്ടുപോകുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിളിക്കുമ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്നുകിൽ നല്ല ക്ലിയർ ആയിട്ടുള്ള ഫോൺ അല്ലെങ്കിൽ നെറ്റ്വർക്ക് കവറേജ് ഉള്ള ഏരിയ നോക്കി നിന്ന് കഴിഞ്ഞാൽ അത് വലിയ ഉപകാരമായിരിക്കും, വലിയ സഹായമായിരിക്കും. നമുക്ക് നന്നായിട്ട് സംസാരിക്കാനും നമ്മുടെ വചന സമീക്ഷയുടെ പ്ലാറ്റ്ഫോമിൽ കൂടി ഒരുപാട് കാര്യങ്ങൾ പങ്കുവെക്കാനും ഒക്കെ സാധിക്കും. തീർച്ചയായിട്ടും അമ്മ എടുത്തൊരു എഫേർട്ടിന് അല്ലെങ്കിൽ വചന സമീക്ഷയിലേക്ക് വിളിക്കാൻ കാണിച്ച ഒരു മനസ്സിനെ നന്ദിയോടെ ഓർക്കുന്നു. എല്ലാ അനുഗ്രഹങ്ങളും ദൈവം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമുക്ക് നമ്മുടെ കഥയിലേക്ക് തന്നെ മടങ്ങി വരാം. 2 സുഹൃത്തുക്കളുടെ കഥയാണ് നമ്മൾ തുടങ്ങിയത്. പക്ഷെ അവരുടെ ജീവിതത്തിലേക്ക് വളരെ അധികം ആഴപ്പെട്ട് കിടക്കുന്ന സൗഹൃദമുള്ള ആ 2 പേരുടെ ജീവിതത്തിലേക്ക് ഒരു പെൺകുട്ടി കടന്നു വരുന്നു. അവളുടെ പേര് നീന. അങ്ങനെ അവൾ ആ ഒരു സൗഹൃദ വലയത്തിലേക്ക് കടന്നു വന്നപ്പോൾ ആദ്യമൊക്കെ നല്ല സുഹൃത്തുക്കൾ തന്നെയായിരുന്നു. 3 പേര് തമ്മിലും നന്നായിട്ടുള്ള ഒരു സൗഹൃദം കാത്തു സൂക്ഷിച്ചു. പതിയെ പതിയെ മുന്നോട്ട് പോകെ അവളുടെ ആ ഒരു അടുത്ത് ഇടപഴകലും മാത്രമല്ല മറ്റ് നല്ല രീതിക്കുള്ള സംസാരവും ഒക്കെ ഈ 2 കൂട്ടുകാരെയും അവളിലേക്ക് ആകർഷിക്കുവാൻ കാരണമായി. 2 പേർക്കും അവളോട് പ്രണയം ഒട്ടിടുകയാണ്. 2 പേരും അവളെ തന്നെ നോക്കിയിരിക്കാനും അല്ലെങ്കിൽ അവളോട് സംസാരിക്കുവാനും പതിവിൽ കവിഞ്ഞൊരു ഉത്സാഹത്തോടു കൂടി അവളുടെ കാര്യങ്ങളിൽ ഇടപെടുവാനും പരിശ്രമിക്കുകയാണ്. പക്ഷെ തമ്മിൽ അറിയുന്നില്ല 2 പേർക്കും അവളെ ഇഷ്ടമാണ് എന്നുള്ളത്. എങ്കിലും ആ ഒരു ശ്രദ്ധ, അവരുടെ ആ ഒരു ശ്രദ്ധ മുഴുവൻ കേന്ദ്രീകരിക്കപ്പെടുന്നത് ആ പെൺകുട്ടിയിലേക്ക് മാറുകയാണ്. അവളും അവരിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെയിരിക്കെ ഒരു ദിവസം മാത്യുവും തോമസും ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു ദിവസത്തിനിടയ്ക്ക് 2 പേരും തമ്മിൽ തങ്ങളുടെ ഹൃദയത്തിലുള്ളത് പങ്കുവെക്കണം എന്ന് ആഗ്രഹിക്കുന്നു. മാത്യു വിചാരിക്കുന്നു എന്ത് തന്നെയായാലും തോമസ് എൻ്റെ പ്രണയത്തെ പിന്തുണയ്ക്കും. എന്നാൽ തോമസ് ഇത് തിരിച്ച് വിചാരിക്കുകയാണ്, അവൻ ഇതിൽ സന്തോഷിക്കുകയേ ഉള്ളൂ എന്ന്. അങ്ങനെ ഇവർ ഒരു കുന്നിൻ്റെ മുകളിലേക്ക് പോകുന്നു. അവിടെ ചെന്ന് ഇത് തമ്മിൽ പരസ്പരം തുറന്നു പറയുകയാണ്. എനിക്കൊരു കാര്യം നിന്നോട് പറയാനുണ്ട്. 2 പേരും ഇത് തുറന്നു പറയുന്നു. ഇങ്ങനെ തുറന്നു പറയുമ്പോഴാണ് തമ്മിൽ മനസ്സിലാകുന്നത് തങ്ങൾ 2 പേരും സ്നേഹിക്കുന്നത് ഒരു പെൺകുട്ടിയെയാണ്. ഇത് കേട്ട് 2 പേർക്കും വിഷമമാകുന്നുണ്ട്. മുഖത്തോട് മുഖം നോക്കാൻ അവർക്ക് എന്തോ ഒരു മടി, ചമ്മലൊക്കെയും തോന്നുന്നു. ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് തിരിച്ചിറങ്ങി വീടുകളിലേക്ക് പോകുന്നു. പിന്നീട് അവർ തമ്മിലുള്ള സംഭാഷണങ്ങൾ കുറയുന്നു. 2 പേർക്കും അവരുടെ ഇഷ്ടത്തെ അല്ലെങ്കിൽ ആ ഒരു പ്രണയത്തെ വിട്ടുകൊടുക്കുവാൻ സാധിക്കാത്ത വിധത്തിലുള്ള എന്തോ ഒരു തടസ്സം ഇടയിലേക്ക് കടന്നു വരുന്നു. ഇത് നീനയോട് പങ്കുവയ്ക്കുവാനും ഇവർ ആഗ്രഹിക്കുന്നു. അവൾക്ക് ഇഷ്ടമുള്ള ഒരാളെ അവൾ തിരഞ്ഞെടുക്കട്ടെ എന്നുള്ളൊരു തീരുമാനത്തിലേക്കും അവരെത്തുന്നു. പക്ഷേ എന്തൊക്കെ തന്നെയായാലും
ചെറുപ്പം മുതൽ ഒരുമിച്ച് കളിച്ച് വളർന്നു വന്ന് ഒരേ ദേവാലയത്തിലേക്ക് പോയി സൺഡേ സ്കൂളും വേദപാഠന ക്ലാസ്സുകളും ഒക്കെ കേട്ട് ഒരുമിച്ച് വളർന്ന ആ കൂട്ടുകാരുടെ സൗഹൃദത്തിന് വലിയൊരു വിള്ളൽ വീഴ്ത്താൻ ഈ ഒരു വ്യക്തിയുടെ കടന്നുവരവോടെ സാധിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നീട് എന്തായിരിക്കും ഇവർ നീനയോട് പറഞ്ഞിട്ടുണ്ടാവുക, അല്ലെങ്കിൽ അവളുടെ തീരുമാനം എന്തായിരിക്കാം? മാത്യുവിനെയാണോ തോമസിനെയാണോ? ആ കഥയിലേക്ക് ആ സാക്ഷാത്കാരമാണോ അതോ നൈരാശ്യമാണോ ഇവർക്ക് ലഭിക്കുക എന്നുള്ള കഥയിലേക്ക് നമുക്ക് മടങ്ങി വരാം. അതിനു മുൻപായി നമുക്ക് രണ്ടാമത്തെ കോളിലേക്ക് പോകാം. നമസ്കാരം, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? എൽസി. എൽസിന്റെ എവിടെ നിന്ന് വിളിക്കുന്നു? മല്ലപ്പള്ളി. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടില് ഹസ്ബൻഡും മോനും. ഇപ്പൊ മോൾ അവധിക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, എല്ലാരും ഉണ്ട് അപ്പൊ വീട്ടില്? ഇപ്പൊ ആരുമില്ല, ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ. അല്ല, വീട്ടിലല്ലാണ്ട് എല്ലാരും ഉണ്ട്. ഓക്കെ, സന്തോഷമാണ്, സുഖമാണ്. ഇവിടെ മല്ലപ്പള്ളിയിൽ എന്തൊക്കെയുണ്ട് വിശേഷം? മല്ലപ്പള്ളി കൊടും ചൂട്, ഭയങ്കര ചൂട്. എല്ലായിടത്തും അത് തന്നെ, എല്ലായിടത്തും ഭയങ്കര ചൂടാ. വെള്ളത്തിന് ക്ഷാമം ഇപ്പോഴേ തുടങ്ങിയോ? പിന്നെ നമ്മള് വേനലിലോട്ട് കേറിയിട്ടേ ഉള്ളൂ. നവംബറിലെ തുടങ്ങി. അല്ല, വരണ്ട ദിനങ്ങളൊക്കെ ഇനി ഏപ്രിൽ മെയ്യിലൊക്കെ കിടക്കുക. പക്ഷെ ഇവിടൊക്കെ നല്ല മഴ ഉണ്ടായിരുന്നല്ലോ നവംബറിലൊക്കെ, നവംബർ ഡിസംബർ. 2 മഴ ആകെ പെയ്തുള്ളൂ ഇത്ര നാളടയ്ക്ക്. ആണോ? ഞങ്ങക്ക് ഇവിടെ തിരുവനന്തപുരത്ത് ഇടയ്ക്കിടയ്ക്ക് മഴയുണ്ട്. ഈ വെയിലാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് മഴ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ആന്റി ക്വസ്റ്റ്യൻസിലേക്ക് കയറിയാലോ? ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഇസ്രായേൽ ഗൃഹത്തിന്റെ ന്യായവിധിക്ക് സാക്ഷികളായ ജനതകളുടെ ഇടയിൽ എന്ത് തെളിയിക്കാനാണ് യഹോവ ഉദ്ദേശിച്ചത്? ഇസ്രായേൽ ഗൃഹത്തിന്റെ ന്യായവിധിക്ക് സാക്ഷികളായ ജനതകളുടെ ഇടയിൽ എന്തു തെളിയിക്കാനാണ് യഹോവ ഉദ്ദേശിച്ചത്? അശുദ്ധമാക്കിയതിനെ അവരുടെ ഇടയിൽ അശുദ്ധമായി പോയിരിക്കുന്ന എന്റെ മഹത്തായ നാമത്തെ ഞാൻ വിശുദ്ധീകരിക്കും. ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. നമുക്ക് ഈ ബൈബിളിലെ വേർഡിങ്സ് മാറുവേ, ബൈബിൾ മാറുന്നതനുസരിച്ച്. അപ്പൊ ഇവിടുത്തെ ബൈബിൾ പ്രകാരമുള്ള ഉത്തരം ഇങ്ങനെയാണ്: ജനതകൾ കാണുക എന്നെ തന്നെ നിങ്ങളിൽ വിശുദ്ധീകരിക്കുമ്പോൾ ഞാൻ യഹോവ ആകുന്നുവെന്ന് അവർ അറിയും. നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? ചോദ്യം ഇതാണ്: സകല ദേശങ്ങളിൽ നിന്നും നിങ്ങളെ ശേഖരിച്ച് സ്വദേശത്തേക്ക് വരുത്തുമ്പോൾ ആന്തരികമായ എന്ത് വ്യത്യാസമാണ് യഹോവ നിങ്ങളിൽ വരുത്തുന്നത്? ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും, നിങ്ങൾ നിർമ്മലരായി തീരും. ഞാൻ നിങ്ങളുടെ സകല മലിനതയും സകല വിഗ്രഹങ്ങളെയും നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കും. ശരിയല്ലേ? ആത്മാവിനെ പറ്റി എന്തെങ്കിലും അവിടെ പറയുന്നുണ്ടോ? പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിൽ ആക്കും. അതെ, അതാ ശരി ഉത്തരം കേട്ടോ. കൺഗ്രാറ്റുലേഷൻസ്. ഉത്തരം ഇങ്ങനെയാണ്: ഒരു പുതിയ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കും. അപ്പൊ നമ്മൾ 2 ചോദ്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് ഒരു പാട്ട് പാടാവോ? പാടിക്കോളൂ. ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി, ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തി. ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തി. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഹലോ ആന്റി, നന്നായിട്ട് പാടിയല്ലോ. ഭയങ്കര ക്ലിയർ ആയിരുന്നു കേൾക്കാനും, വേറെ പ്രശ്നങ്ങളൊന്നും ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലായിരുന്നു. നന്നായിട്ട് പാടി കേട്ടോ. ഓക്കെ ആന്റി, താങ്ക് യു സോ മച്ച്. നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? ചോദ്യം ഇതാണ്: യഹോവയുടെ ആത്മാവിനെ അവരുടെ ഉള്ളിലാക്കി എങ്ങനെയെല്ലാമാണ് അവരെ നടത്തുന്നത്? നിങ്ങളെ എന്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും, നിങ്ങൾ എന്റെ വിധികളെ പ്രമാണിച്ച് അനുഷ്ഠിക്കും.
എന്നിട്ട് വേറെന്തെങ്കിലും പറയുന്നുണ്ടോ? ആർക്കെങ്കിലും അവർ ജനമായിട്ട് മാറുന്നോ? ഞാൻ നിങ്ങളെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്ത് നിങ്ങൾക്ക് പാർക്കും, നിങ്ങൾ എനിക്ക് ജനമാകും, ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കും. വളരെ ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ എങ്ങനെയൊക്കെയാണ് നടത്തുന്നത്? നിങ്ങൾ അവന് ജനവും അവൻ നിങ്ങൾക്ക് ദൈവവുമായിരിക്കും. ഇപ്പൊ നമ്മൾ 3 ചോദ്യങ്ങൾ കവർ ചെയ്തു. നമുക്ക് 4ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. അതിനു മുൻപായിട്ട് ഒരു വചനം പറയാവോ? ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിനാലും പ്രാർത്ഥനയാലും അപേക്ഷയാലും ഞങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി ദൈവത്തോട് അറിയിക്കുക. വേണ്ടത് അറിയിക്കുക. അങ്ങനെ അറിയിക്കാറുണ്ടോ ദൈവത്തോട്? എപ്പോഴും അറിയിക്കാറുണ്ട്. എപ്പോഴും അറിയിക്കാറുണ്ട്. പാട്ട് പാടി എപ്പോഴും ഒന്നുമില്ലായ്മയിൽ പാടി, ഒന്നുമില്ലായ്മയിൽ നിന്ന് ഇത്രത്തോളം ദൈവം നടത്തിയത് ദൈവത്തിന്റെ ഒരേ ഒരു കരുണ മാത്രം. തീർച്ചയായിട്ടും അത് തിരിച്ചറിയുക എന്നുള്ളതാണ്. എന്താ പറയാ, എല്ലാവരും ഒന്ന് പരാജയപ്പെട്ടു പോകുന്നത് ദൈവത്തിന്റെ കരുണയാണ് എന്നുള്ളത്. പക്ഷെ അത് നമ്മൾ ഭയങ്കര അനുഗ്രഹിക്കപ്പെട്ടവരാ, പ്രത്യേകിച്ച് ഈശോയുടെ മക്കളായതുകൊണ്ട് തന്നെ. നമുക്ക് 4ാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ ആന്റി? ചോദ്യം ഇതാണ്: എന്ത് ദുരന്തമാണ് യഹോവ ഇസ്രായേൽ മക്കളിൽ അവരെ സംരക്ഷിച്ചത്? ക്ഷാമത്തിൽ. ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻ. സംശയം ഒന്നും വേണ്ട. അതിന്റെ ഉത്തരം ഇങ്ങനെയാണ്: ക്ഷാമത്തിൽ നിന്ന്. അപ്പൊ നമ്മൾ 4 ചോദ്യങ്ങളും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സന്തോഷമായില്ലേ? പാട്ടുപാടി, വചനം പറഞ്ഞു. അപ്പൊ ഇനിയും വചന സമീക്ഷയിലേക്ക് വിളിക്കുക കേട്ടോ. താങ്ക് യു ആന്റി, താങ്ക് യു സോ മച്ച്. എൽസി ആന്റി ആയിരുന്നു നമ്മളോടൊപ്പം കോളിൽ ഉണ്ടായിരുന്നത്. എല്ലാ ചോദ്യങ്ങൾക്കും ശരി ഉത്തരം പറഞ്ഞു, പാട്ടുപാടി, വചനം പങ്കുവച്ചു. അപ്പോൾ അതുപോലെ വളരെ നന്നായിട്ട് തന്നെ സംസാരിക്കുന്ന ഒരു ആൻറ്റി ആയിരുന്നു. തീർച്ചയായിട്ടും എല്ലാ അനുഗ്രഹങ്ങളും ദൈവം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമുക്ക് നമ്മുടെ കഥയിലേക്ക് മടങ്ങി വരാം. ഈ 2 കൂട്ടുകാരും അവരുടെ പ്രണയം, ഉള്ളിലുള്ള പ്രണയം ആ ഒരു പെൺകുട്ടിയോട് പറയുവാനായിട്ട് കടന്നു പോവുകയാണ്. പക്ഷെ ഇത് കേട്ടിട്ട് നീനയാണെങ്കിൽ 2 പേരും പറയുന്നുണ്ട്, ഞങ്ങൾക്ക് 2 പേർക്കും നിന്നെ ഇഷ്ടമാണ്, നീ ആഗ്രഹിക്കുന്നതിന് അപ്പുറമായിട്ട് ഞങ്ങൾ 2 പേരും നിന്നെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങളിൽ ആരെ വേണം എന്ന് തിരഞ്ഞെടുക്കേണ്ടത് നീയാണ് എന്ന് തന്നെ പറയുകയാണ്. എന്നാൽ ഇത് കേട്ടിട്ട് നീന ഇപ്രകാരം ഒന്നും പറയുന്നില്ല. പിന്നെ അവളൊന്ന് പുഞ്ചിരിക്കുകയാണ്, എന്തൊക്കെയോ ഓർത്ത് ചിരിക്കുകയാണ്. എന്നിട്ട് അവൾ ഇങ്ങനെ പറയുകയാണ്: നിങ്ങൾ 2 പേരും നല്ല സുഹൃത്തുക്കളാണ്. പക്ഷെ ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾ എത്ര ദിവസങ്ങളായി നമ്മൾ തമ്മിൽ കണ്ടൊന്ന് സംസാരിച്ചിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ പരസ്പരം സംസാരിച്ചിട്ട് എത്ര ദിവസങ്ങളായി? എൻ്റെ ഒരു കാര്യം അല്ലെങ്കിൽ എന്നോടുള്ള ഇഷ്ടം തുറന്നു പറഞ്ഞതിന്, നിങ്ങൾ പരസ്പരം തുറന്നു പറഞ്ഞതിന് ശേഷം നിങ്ങൾ എത്രത്തോളം നന്നായിട്ട് പരസ്പരം സംസാരിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളിലേക്ക് അടുത്തതുപോലും നിങ്ങളുടെ സൗഹൃദം കണ്ടിട്ടാണ്. ഇത്രയും നല്ല കൂട്ടുകാർ എനിക്കില്ലല്ലോ, എനിക്കും അവരിൽ ഒരാളാകണം എന്നുള്ള ചിന്തയിലാണ് ഞാൻ നിങ്ങളുടെ സൗഹൃദ വലയത്തിലേക്ക് കടന്നു വന്നത്. പക്ഷേ ഒന്ന് പെട്ടെന്ന് അടുത്ത് ഇടപഴകിയപ്പോൾ നിങ്ങൾ എൻ്റെ സൗഹൃദത്തെ ഒരു പക്ഷേ തെറ്റിദ്ധരിച്ചതാകാം. എന്നിരുന്നാലും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഒരുപാട് കാലം, ഒരുപാട് ജീവിത സാഹചര്യങ്ങളിലൂടെ നിങ്ങൾ അതിജീവിച്ച് വന്നപ്പോഴും നിങ്ങളുടെ സൗഹൃദം നിങ്ങളെ വിട്ടുപോയിട്ടില്ല. പക്ഷേ എൻ്റെ പേരിൽ നിങ്ങൾ മുഖത്തോട് മുഖം നോക്കിയിട്ടോ, ഒന്ന് ഉള്ളു തുറന്ന് സംസാരിച്ചിട്ടോ, ഒന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ടോ ഒക്കെ എത്ര നാളുകളായി? അതിൽ നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് ഈ 2 സുഹൃത്തുക്കളും മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്നു. അവൾക്ക് എന്തുത്തരമാണ് നൽകേണ്ടത്? പ്രണയത്തിന് പകരമായി നൽകേണ്ടി വന്നത് തങ്ങൾ തമ്മിലുള്ള സൗഹൃദമാണോ എന്നുള്ളൊരു ചോദ്യം ഒരു തീപ്പൊരി പോലെ ആ പെൺകുട്ടി അവരുടെ ഉള്ളിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് ചെയ്തത്. പിന്നെയും അവളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ അതിനൊന്നും അവൾ ചെവി കൊടുക്കുന്നില്ല. ഏറ്റവും പ്രിയമുള്ളവരെ, പിന്നീട് എന്തായിരിക്കും ഈ 2 കൂട്ടുകാർ തമ്മിലുണ്ടാകുന്ന സൗഹൃദത്തിന് സംഭവിച്ചിട്ടുണ്ടാവുക? കഥയിലേക്ക് മടങ്ങി വരാം. അതിനു മുൻപായി അവസാനത്തെ കോളിലേക്ക് പോകാം. നമസ്കാരം, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? ഷിജിൻ രാജ്. ഷിജിൻ എവിടെ നിന്ന് വിളിക്കുന്നു? ഞാൻ നെടുമങ്ങാട്. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടില് പപ്പ, അമ്മ, ചേട്ടൻ, ചേട്ടന്റെ വൈഫ്, 2 കുട്ടികൾ. ഓക്കെ. ഷിജിൻ വർക്ക് ചെയ്യുവാണോ? അതെ, ഞാൻ വർക്ക് ചെയ്യുവാണ്. ഓക്കെ. അപ്പോ എല്ലാ ദിവസവും പള്ളിയിലൊക്കെ പോവാറുണ്ടോ? പോവാറുണ്ട്. ബൈബിള് വായിക്കാറുണ്ടോ? വായിക്കും. ഓക്കെ. നമ്മുടെ വചന സമീക്ഷ തന്നെ ബൈബിളിനെ കേന്ദ്രീകരിച്ചുള്ള ചോദ്യങ്ങളായിരിക്കും കേട്ടോ, 4 ചോദ്യങ്ങൾ. ഓക്കെ. അപ്പോ നമുക്ക് 1ാമത്തെ ചോദ്യത്തിലേക്ക് കയറിയാലോ? ഓക്കെ. ചോദ്യങ്ങളിലേക്ക് കയറിയിട്ട് ബാക്കി വിശേഷങ്ങൾ കൂടി തിരക്കാവേ. ചോദ്യം ഇതാണ്, 1ാമത്തെ ചോദ്യം ഇതാണ്: യഹോവ ഇസ്രായേൽ മക്കളെ യഥാസ്ഥാനത്താക്കുമ്പോൾ അവരുടെ പൂർവ്വകാലത്തെ ഏത് പ്രവൃത്തി ഓർത്താണ് അവരോട് തന്നെ വെറുപ്പ് തോന്നുന്നത്? അത് അവരുടെ ദുർമാർഗങ്ങളും ദുഷ്പ്രവൃത്തികളും ഓർത്ത്. സംശയമൊന്നുമില്ലല്ലോ? ഇല്ല. ഞാൻ ലോക്ക് ചെയ്യട്ടെ? ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്.
ഓക്കെ, താങ്ക് യു. ഉത്തരം ഇങ്ങനെയാണ്: നിങ്ങളുടെ ദുർമാർഗങ്ങളും ദുഷ്പ്രവൃത്തികളും ഓർത്ത്. ഓക്കെ. നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? ആ ചോദ്യം ഇങ്ങനെയാണ്: ഇസ്രായേൽ ജനത്തിന്റെ അകൃത്യം എല്ലാം നീക്കി അവരെ നിർമ്മലീകരിച്ച് പട്ടണങ്ങളിൽ പാർപ്പിക്കുമ്പോൾ ചുറ്റിനുമുള്ള ദേശക്കാർ അത് കണ്ട് എന്താണ് പറയുന്നത്? അത് ഈ ശൂന്യമായി കിടന്നിരുന്ന ദേശം ഏദൻ തോട്ടം പോലെ. ശരി ഉത്തരം, സംശയമൊന്നും വേണ്ട. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഉത്തരം ഇങ്ങനെയാണ്: ശൂന്യമായി കിടന്നിരുന്ന ദേശം ഏദൻ തോട്ടം പോലെ ആയി തീർന്നുവല്ലോ. അപ്പൊ നമ്മൾ 2 ചോദ്യങ്ങൾ പിന്നിട്ടു. ഓക്കെ. അപ്പൊ നമ്മുടെ ചോദ്യങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു മുറയുണ്ട്. എന്താ പറയാ, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് പാടും, അല്ലെങ്കിൽ വചനം പങ്കുവെക്കും. അപ്പൊ ഇതിലേത് എനിക്ക് വലിയ പാട്ട് വലിയ വശമില്ല? ഇല്ല, പാട്ട് എനിക്കത്ര പറഞ്ഞു തുടങ്ങിയപ്പോ എനിക്കത് തോന്നി, പാട്ട് എനിക്ക് വലിയ പക്ഷെ സാരമില്ല കേട്ടോ, നമുക്ക് വചനം പങ്കുവെക്കാം. എനിക്ക് ഇപ്പൊ പറയാനുള്ളത്, കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നുമില്ല. ഇത് എപ്പോഴും മീൻസ് ഉരുവിടുന്ന പറഞ്ഞുകൊണ്ടിരിക്കുന്ന വചനമാണോ? അതെ. അതെ. അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? എന്റെ ജീവിതത്തില് ഞാൻ ഇതിനു മുന്നേ വലിയ പ്രാർത്ഥന കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരാളായിരുന്നു. ഒരു 2 വർഷം മുമ്പുണ്ടായ ഒരു ഇൻസിഡന്റ് ആണ് ഇതിലേക്ക് ഞാൻ വീണ്ടും തിരിച്ചു വന്നത്. എന്തോ മീൻസ് വിശ്വാസപരമായിട്ടുള്ള ബന്ധപ്പെട്ട ഇൻസിഡന്റ് ആണോ? അല്ല, എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് വന്നു, അതിന്റെ കുറച്ചതായിട്ട്. പക്ഷെ ഞാൻ പ്രാർത്ഥിക്കുക അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഇടയ്ക്കൊക്കെ പള്ളിയിൽ പോകും, അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ ഇതിലേക്ക് വന്നു. ഓ, അപ്പൊ ഇപ്പൊ എനിക്ക് ഓർമ്മ വന്ന ഏതാന്നറിയോ? ധൂർത്തപുത്രന്റെ ഉപമ. മീൻസ് എല്ലാം വിട്ടെറിഞ്ഞു പോയിട്ട് തിരിച്ചു വന്നപ്പോ ദൈവം 2 കൈ നീട്ടി സ്വീകരിച്ച പോലെ. അതെ, അതുപോലെ തന്നെയാണ്. ഇപ്പം പക്ഷെ ഭയങ്കര പ്രസൻസ് ഒക്കെ അറിഞ്ഞു, ഭയങ്കര സന്തോഷമല്ലേ ദൈവത്തോട് സംസാരിക്കാൻ? അതെ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിലേക്ക് തിരിച്ചു വന്നു. ഇത് ഇപ്പം പറഞ്ഞതുപോലെ തന്നെ ധൂർത്തപുത്രന്റെ പോലെ ദൈവം 2 കൈ നീട്ടി എന്നെ സ്വീകരിച്ചിരിക്കുന്നത്. വലിയ സന്തോഷം കേട്ടോ. മീൻസ് നമ്മളെ പോലുള്ള യൂത്ത് ഒക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ദൈവത്തെ സ്തുതിക്കുമ്പോ ഭയങ്കര സന്തോഷം. അതെ, അതാ വേണ്ടത്. ഇപ്പൊ എല്ലാ യുവജനങ്ങളും അതിൽ നിന്നുമാണ് മാറിപ്പോകുന്നത്. അപ്പൊ എല്ലാവരും തിരിച്ചു വരണമെന്നാണ് എന്റെ ഒരു ആഗ്രഹം. അപ്പൊ വചന സമീക്ഷയുടെ പ്ലാറ്റ്ഫോമിൽ കൂടെ ഷിജിന്റെ ഈ ഒരു തുറന്ന പ്രസ്താവന ഉണ്ടല്ലോ, എല്ലാരും തിരിച്ചു വരിക, അത് വലിയൊരു എന്താ പറയാ സന്ദേശമാകട്ടെ, അല്ലെങ്കിൽ വലിയൊരു ആഗ്രഹം. നമ്മൾ ഈ മാനിഫെസ്റ്റേഷൻ എന്നൊക്കെ പറയില്ല, അങ്ങനെ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ നടക്കട്ടെ. നമുക്ക് 3ാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? യഹോവ ഇസ്രായേലിനെ യഥാസ്ഥാനത്ത് ആക്കുന്നത് മൂലം ചുറ്റിനുമുള്ള ദേശങ്ങൾക്ക് എന്ത് സന്ദേശമാണ് ലഭിക്കുന്നത്? യഹോവയായി ഞാൻ അരുളി ചെയ്യുന്നത് നിർവർത്തിക്കുമെന്നില്ല. സംശയമുണ്ടോ? അല്ല, അത് തന്നെ. ഓക്കെ, സംശയമൊന്നും വേണ്ട, ഉറപ്പിച്ച് പറഞ്ഞോ. അതെ. ഓക്കെ, ആ യെസ് ആണ് നമുക്ക് വേണ്ടത്. ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. ഉത്തരം ഇങ്ങനെയാണ്: യഹോവയായ ഞാൻ അരുളി ചെയ്തിരിക്കുന്നത് നിവർത്തിക്കുമെന്ന്. അപ്പൊ 3 ചോദ്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. 4ാമത്തേലേക്ക് പോവാം. പക്ഷെ എന്നാലും ഇതിനു മുന്നേ വചനം പറഞ്ഞപ്പോ കുറച്ചൊരു എക്സ്പ്ലനേഷൻ ഒക്കെ വന്നായിരുന്നല്ലോ അവിടുന്ന്. അപ്പൊ അതിന്റെ ഒരു ആകാംക്ഷ, ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിക്കുവാണേ, നമ്മുടെ ബൈബിളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട, അല്ലെങ്കിൽ ഒരുപാട് ബൈബിൾ വായിച്ചിട്ടുണ്ടല്ലോ, വായിക്കുന്ന ആളാണല്ലോ, അപ്പോ ബൈബിളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രം എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടു എന്നും പറയാവോ? കഥാപാത്രം എന്ന് പറയുമ്പോ തോമസ് ലീഹ. എന്തുകൊണ്ടാ ഇഷ്ടപ്പെട്ടെ? അതായത് യേശുവിനെ കണ്ടാൽ മാത്രമേ വിശ്വസിക്കുള്ളൂ എന്ന് പറഞ്ഞല്ലോ, അതുപോലെ ഞാൻ കണ്ടത് കൊണ്ടാണ് ഞാൻ വിശ്വസിച്ചത്. അപ്പൊ പച്ചയായ ജീവിത സാഹചര്യങ്ങളിൽ നിന്നും എടുത്ത വിശ്വാസം, കടഞ്ഞെടുത്ത വിശ്വാസം ആയതുകൊണ്ട് തോമസ് ലീഹയാണ് ഇഷ്ടം അല്ലേ? അതെ. ഓക്കെ, ബൈബിളിൽ പറയുന്ന പോലെ തന്നെ കാണാതെ തന്നെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. അപ്പോ കണ്ടുകൊണ്ട് വിശ്വസിക്കാൻ വളരെ ചുരുക്കം പേർക്ക് അനുഭവം കിട്ടുള്ളൂ. ബാക്കിയുള്ള എല്ലാരും കണ്ടു. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഹെൽത്ത് ഇഷ്യൂസ് ആയിട്ട് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലില് എനിക്ക് തോന്നുന്നു 2024 ജൂലൈ 22 വെന്റിലേറ്ററിലായിരുന്നു. ആ സമയത്ത് ഞാൻ കണ്ടു. കാരണം എന്റെ കൈയിന്റെ കെട്ട് അഴിഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോ ഇന്ന് ജീവനോട് ഉണ്ടായിരിക്കില്ല. അതെ. അപ്പോ എന്താ പറയാ, ഭയങ്കര ബ്ലെസ്സിങ് ആട്ടോ. അതൊക്കെ ജീവിതത്തിൽ ഭയങ്കര അനുഭവ, അതായത് തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് മാത്രം കിട്ടുന്ന അനുഭവം.
അതെ അതെ. അപ്പൊ തീർച്ചയായിട്ടും ജീവിതത്തിൽ ഇനിയും ഒരുപാട് അനുഭവങ്ങൾ ഈശോയെ അറിയാൻ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. നമുക്ക് 4ാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? ഓക്കെ, പോവാം. ചോദ്യം ഇതാണ്: യഹോവ ചെയ്ത എന്തെല്ലാം കാര്യങ്ങളാണ് ചുറ്റിനും അവശേഷിച്ചിരിക്കുന്ന ജനതകൾ അറിയുന്നത്? യഹോവ ചെയ്ത എന്തെല്ലാം കാര്യങ്ങളാണ് ചുറ്റിനും അവശേഷിച്ചിരിക്കുന്ന ജനതകൾ അറിയുന്നത്? ഇടിഞ്ഞു കിടന്നിരുന്ന പട്ടണങ്ങൾ യഹോവ പണിതു. ശൂന്യമായ പ്രദേശം തൈകൾ വെച്ച് അവിടെ വാസയോഗ്യമാക്കി. വളരെ ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഉത്തരം ഇങ്ങനെയാണ്: ഇടിഞ്ഞു കിടന്നിരുന്ന പട്ടണങ്ങൾ യഹോവ പണിതു, ശൂന്യപ്രദേശത്ത് തൈകൾ വെച്ചു, പട്ടണങ്ങൾ നിവാസികൾ ഉള്ളവയായി തീർന്നു, അല്ലെങ്കിൽ വാസയോഗ്യമാക്കി. അപ്പോ ഷിജിനെ 4 ചോദ്യങ്ങളും വളരെ ശരിയായിട്ട് തന്നെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഭയങ്കര എന്താ പറയാ, നമുക്കിങ്ങനെ ചിന്തകൾ നൽകുന്ന വലിയൊരു എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്തു. ഒത്തിരി നന്ദി കേട്ടോ. വചന സമീക്ഷയിലേക്ക് വിളിക്കുക. ഇനിയും ഇതുപോലുള്ള യുവജനങ്ങളെ വിളിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉറപ്പായിട്ടും വിളിക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ നെടുമങ്ങാട് നിന്നുള്ള ഷിജിനായിരുന്നു നമ്മളോടൊപ്പം കോളിൽ ഉണ്ടായിരുന്നത്. ദൈവത്തെ അത്രമാത്രം അടുത്തെറിഞ്ഞൊരു മകനാണെന്ന സംസാരത്തിൽ നിന്ന് തന്നെ, അല്ലെങ്കിൽ ആത്മാർത്ഥതയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായി. തീർച്ചയായിട്ടും ഇതുപോലുള്ള ഒരുപാട് യുവജനങ്ങൾ നമ്മുടെ വചന സമീക്ഷയിലേക്ക് ഈ പ്ലാറ്റ്ഫോമിലൂടെ വലിയ സന്ദേശം, വലിയ സാക്ഷ്യം ലോകത്തിന് നൽകുവാൻ നമ്മളും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഷിജിൻ്റെ കുടുംബത്തിന് എല്ലാ ആശംസകളും പ്രാർത്ഥനകളും ഒക്കെ അറിയിക്കുകയാണ്. നമ്മുടെ കഥയിലേക്ക് നമുക്ക് മടങ്ങി വരാം. ഒരു ചോദ്യം ഈ നീന എന്ന പെൺകുട്ടി 2 സുഹൃത്തുക്കൾക്കും ഇടയിലേക്ക് ഇട്ടുകൊടുത്തതായിട്ട് നമ്മൾ കണ്ടു. പ്രണയത്തിന് മുകളിൽ അവരുടെ സൗഹൃദം മാറുമോ ഇല്ലയോ എന്നുള്ളതായിരുന്നു നമ്മുടെ അവസാനത്തെ ചോദ്യം എന്നുള്ളത്. ഇവർ ചിന്തിക്കാൻ തുടങ്ങി, ഇവരുടെ കുട്ടിക്കാലത്തെക്കുറിച്ച് ഓർക്കാൻ തുടങ്ങി. ഒരുവന് വിശന്നപ്പോൾ മറ്റൊരുവൻ ആഹാരം നൽകിയതിനെക്കുറിച്ച്, അല്ലെങ്കിൽ ഒരുവൻ കരഞ്ഞപ്പോൾ മറ്റൊരുവൻ തോളത്ത് തട്ടി അവനെ ആശ്വസിപ്പിച്ചതിനെക്കുറിച്ച്, അല്ലെങ്കിൽ അവനൊരു വേദന ഉണ്ടായപ്പോൾ മറ്റൊരുവൻ അവൻ്റെ കൂടെ നിന്നതിനെ പറ്റി, മാതാപിതാക്കൾ മനസ്സിലാക്കാത്ത നിമിഷങ്ങളിൽ പോലും കൂട്ടുകാരനായി ഒപ്പം കൂടിയതിനെപ്പറ്റി ഒക്കെയും ചിന്തിക്കാൻ തുടങ്ങി. ഏതോ ഒരു ദുർലഭ നിമിഷത്തിലായിരുന്നു ആ ഒരു സൗഹൃദത്തെ കളഞ്ഞ് മറ്റൊരു ചിന്ത, അല്ലെങ്കിൽ പ്രണയത്തെ മുൻതൂക്കം നൽകേണ്ടി വന്നത് എന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് അവർ എത്തുകയാണ്. 2 പേരും ഒരു ദിവസം ഒരുമിച്ച് കൂടി പരസ്പരം സംസാരിച്ച് തങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്ന പരസ്പരമുള്ള കുറ്റപ്പെടുത്തലുകളെല്ലാം തുറന്നു പറഞ്ഞ് തുറവിയുള്ളവരായി മാറി എന്നുള്ളതാണ് പിന്നീട് നടന്നത്. പിന്നീടോ നീന അവരുടെ നല്ലൊരു സുഹൃത്തായി തന്നെ തുടരുകയും ചെയ്തു. ഏറ്റവും പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കുന്ന കാര്യങ്ങളാണ്. നമുക്കുള്ളതിന് മുകളിലേക്ക് പുതിയ ബന്ധങ്ങൾ വരുമ്പോൾ നാം പഴയതിനെ മറക്കുന്നു, അല്ലെങ്കിൽ പുതിയതിനെ തേടിപ്പോകുന്നു. അത് പലപ്പോഴും ഇത്തരം ബന്ധങ്ങളിൽ സംഭവിക്കുക പ്രണയങ്ങളുടെ കടന്നുവരവാകാം, അല്ലെങ്കിൽ പുതിയ സൗഹൃദങ്ങളുടെ കടന്നുവരവാകാം. എന്തു തന്നെയായാലും ഒരിക്കൽ നമ്മളോടൊപ്പം നിന്നവരെ, നമ്മുടെ എല്ലാ വേദനകളിലും വിഷമങ്ങളിലും പ്രതിസന്ധികളിലും നമ്മളെ ചേർത്ത് പിടിച്ചവരെ നമ്മൾ ജീവിതത്തിൽ എപ്പോഴും പരിഗണിക്കണം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെയെങ്കിൽ മാത്രമേ നല്ല സൗഹൃദങ്ങളെ നമുക്ക് മുന്നിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ഈശോ പോലും തൻ്റെ അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ അവരുടെ യോഗ്യതകളൊന്നും പരിഗണിക്കാതെ അവർ എന്തുമാത്രം പഠിച്ചു, അല്ലെങ്കിൽ അവർക്ക് സമൂഹത്തിൽ എന്താണ് സ്ഥാനം എന്നുള്ള സ്ഥാനമാനങ്ങളോ ഒന്നും പരിഗണിക്കാതെയാണ് അവൻ മുക്കുവരായിട്ടുള്ള, അല്ലെങ്കിൽ മീൻപിടുത്തക്കാരെ തൻ്റെ ശിഷ്യന്മാരാക്കി തിരഞ്ഞെടുത്തത്. അങ്ങനെയെങ്കിൽ നമ്മുടെ സൗഹൃദങ്ങളിലും അത്തരത്തിലുള്ള തിരഞ്ഞെടുപ്പുകൾ ഉണ്ടാകണം. മറ്റ് മാനദണ്ഡങ്ങളൊന്നുമില്ലാതെ നമ്മളെ ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്ന, നമ്മുടെ വേദനകളിൽ നമ്മളോടൊപ്പം നിൽക്കുന്ന, നമ്മെ പരിഗണിക്കുന്നവരാകണം നമ്മുടെ സുഹൃത്തുക്കൾ. അതിനപ്പുറത്തേക്കുള്ള വലിയ ബന്ധങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരികയാണെങ്കിൽ പോലും പഴയതിൻ്റെ ഭംഗിയോടുകൂടി, പഴയതിൻ്റെ രുചിയോടുകൂടി, പഴയതിൻ്റെ എരിവും പുളിപ്പും കയ്പും മധുരവും എല്ലാം ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതങ്ങളിൽ പിടിച്ചു നിർത്തുവാൻ നമുക്ക് സാധിക്കട്ടെ. അതിന് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ കഥ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കട്ടെ. വചന സമീക്ഷയുടെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. പുതിയൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.